സോ ഹെഡിങ് എഴുതുക എക്സെപ്ഷൻസ്. സോ നമ്മൾ എന്താ അടുത്തേക്ക് എന്താണ് എക്സംപ്റ്റഡ് സപ്ലൈസ്. നമ്മൾ ഏത് കഴിഞ്ഞു? RCM കഴിഞ്ഞു. We are moving into exemptions. Okay, വലുതായി എഴുതാ, the most important chapter. Okay, GST ലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് ഏത്? എക്സംഷൻസ്. ഓക്കെ, exemptions. Okay, exemptions. ഓക്കെ, എഴുതിയോ എക്സംഷൻസ്? സോ നമ്മളിതിൽ ഏതാണ്ട് അറൌണ്ട് ഒരു 15 to 20 എക്സംഷൻസ് നമ്മൾ പഠിക്കും. 15-20 കാര്യങ്ങളിൽ ഉള്ള എക്സംഷൻസ് നമ്മൾ പഠിക്കും. അതാണ് ഈ ചാപ്റ്റർ. വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് ആൻഡ് ഒരുപാട് വെയിറ്റേജും വരുന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, നൗ ഫസ്റ്റ് ടൈപ്പ് ഓഫ് എക്സംഷൻസ് പഠിക്കുക. ഫസ്റ്റ് എക്സംഷൻ ഏതൊക്കെ ഗുഡ്സ് ആണ്, ഏതൊക്കെ സർവീസസ് ആണ് എക്സംപ്റ്റഡ്, അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നൗ ഫസ്റ്റ് എക്സംഷൻ ഈസ് അഗ്രികൾച്ചറൽ റിലേറ്റഡ് സർവീസസ്. അഗ്രികൾച്ചറൽ റിലേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അഗ്രികൾച്ചറൽ റിലേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് എഴുതുക ആൻഡ് എ കുറച്ച് വലുതാക്കി എഴുതുക. സോ വി ക്യാൻ മേക്ക് എ കോഡ് വേർഡ് ഫ്രം ദിസ്. ഓക്കെ, agricultural related goods and services. Agriculture related goods and services. നമ്മൾ ഓരോ പേജ് ഓരോ സർവീസസിന് വേണ്ടി വിടണം കേട്ടോ. അഗ്രികൾച്ചറൽ റിലേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ക്ലിയർ ആണോ? അഗ്രികൾച്ചർ റിലേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നൗ നമ്മൾ അഗ്രികൾച്ചർ റിലേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് പഠിക്കുന്ന സമയത്ത് എന്താണ് അഗ്രികൾച്ചർ എന്ന് അറിയണം. വേണ്ടേ? വാട്ട് ഈസ് ആൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ വാട്ട് ഈസ് അഗ്രികൾച്ചർ എന്ന് അറിയണം. സോ വാട്ട് ഈസ് അഗ്രികൾച്ചർ? എന്താണ് അഗ്രികൾച്ചർ? അറിയില്ലായിരുന്നു. എന്താണ് അഗ്രികൾച്ചർ? വാട്ട് ഈസ് ആൻ അഗ്രികൾച്ചർ? ഫുഡ് പ്രോഡക്ട്സ് അഗ്രികൾച്ചർ ആണോ? മിഷനറീസ് വിൽക്കേ? അഗ്രികൾച്ചർ എന്ന് പറയണത് എന്താ? സോ അഗ്രികൾച്ചർ സിംപ്ലി മീൻസ് എന്താണ്? കൾട്ടിവേഷൻ, അല്ലെ? കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ്സ്. എന്താണ്? കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ്സ് or rearing of animals. Rearing of animals. എന്താ? പശു, അതേപോലെ തന്നെ പോൾട്രി ഫാം, മത്സ്യകൃഷി. എന്തിനു വേണ്ടിയിട്ട്? റെയറിങ് ഓഫ് അനിമൽസ് ഫോർ ദ പർപ്പസ് ഓഫ് എന്തിനു വേണ്ടിയിട്ട്? അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിന് വേണ്ടിയിട്ടോ, ഓക്കെ, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഫൈബറിന് വേണ്ടിയിട്ടോ നമ്മൾ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് അഗ്രികൾച്ചർ. ക്ലിയർ ആണോ? സോ കൾട്ടിവേഷൻ നടത്താം, ആനിമൽസിനെ റിയർ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടായിരിക്കണം? അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിന് വേണ്ടിയിട്ടോ, റോ മെറ്റീരിയൽസിന് വേണ്ടിയിട്ടോ, ഫൈബറിന് വേണ്ടിയിട്ടോ. എങ്കിൽ ദാറ്റ് ഈസ് ആൻ
agriculture. Now, rearing of animals എന്ന് പറയുമ്പോൾ what is it? കൃത്യമായിട്ട് അറിയണം ഇതിന്റെ വേർഡിങ്സ്. rearing of animals എന്ന് പറയുന്നത് എന്താണ്? What is that? rearing of animals. പറഞ്ഞട്ടെ. rearing of animals. ആനിമൽസിനെ വളർത്തുക. ആനനെ വളർത്തിയ, പുലിനെ വളർത്തിയ, what is rearing of animals? Now, rearing of animals means rearing of domestic animals. There are two types of animals. അല്ലെ, കുട്ടികളാവുമ്പോൾ പഠിക്കും. വൈൽഡ് ആനിമൽസ് ഉണ്ട്, ഡൊമസ്റ്റിക് ആനിമൽസ് ഉണ്ട്. ഡൊമസ്റ്റിക് ആനിമൽസിനെ റയർ ചെയ്താൽ മാത്രമാണ് എന്ത്, ഇറ്റ് വിൽ ബിക്കം ആൻ അഗ്രികൾച്ചർ. Okay, so it is rearing of domestic animals. Clear? It is rearing of domestic animals, but it does not include horse. എന്താണ്? It does not include horse. Even though domestic ആയിട്ടുള്ള ആനിമൽ ആണ് ഹോഴ്സ് എങ്കിലും ഹോഴ്സിനെ വളർത്തുകയാണെങ്കിൽ അത് എന്തിൽ വിടില്ല? അഗ്രികൾച്ചറിൽ വിടില്ല. ക്ലിയർ ആണോ? ക്ലിയർ ആണോ അത്? ഓക്കെ, സോ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ്സ് ഓർ റയറിംഗ് ഓഫ് ആനിമൽസ് അതർ ദാൻ ഡൊമസ്റ്റിക് ആനിമൽസ് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഹോഴ്സ് ഫോർ ദ പർപ്പസ് ഓഫ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്, റോ മെറ്റീരിയൽ ഓർ ഫൈബർ. ക്ലിയർ ആണോ? ഇതാണ് എന്ത് അഗ്രികൾച്ചർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് സേസ് ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് artificial insemination of livestock. എന്താ? ആനിമൽസിനെ ബ്രീഡ് ചെയ്യുന്നതും എന്തായിട്ട് വരും? ഒരു അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ആയിട്ട് വരും. ഇപ്പോ പശുവൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ബ്രീഡ് ചെയ്യുന്നതും എന്തായിട്ട് വരും? ഇറ്റ് ഈസ് ഓൾസോ ആൻ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി. സോ ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ്സ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഓഫ് ലൈഫ് സ്റ്റോക്ക്. ലൈഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ വളർത്തുന്ന ആനിമൽസ്. ക്ലിയർ? സോ ഇതെന്താന്ന്, അഗ്രികൾച്ചർ എന്താന്നാട്ടോ ഞാൻ പറയുന്നത്. ഓക്കെ, അഗ്രികൾച്ചർ മീൻസ് കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ്സ്, റെയറിംഗ് ഓഫ് ആനിമൽസ് ഫോർ ദ പർപ്പസ് ഓഫ് agricultural produce, raw material or fiber. Also include artificial insemination of livestock. Artificial ഇല്ല, എഴുതാനായിട്ടില്ല, ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യണുള്ളൂ. ഓക്കെ, നൗ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഓഫ് ലൈഫ് സ്റ്റോക്ക് ഇതുവരെ കിട്ടിയോ? ഓക്കെ, നൗ ഇൻ കേസ് ഓഫ് റൈസ് ഒരു അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് ആണോ? നോ, പാഡിയാണ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. ഓക്കെ അല്ലെ, നെല്ലാണ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്, അരിയല്ല. ഓക്കെ, സോ ഇൻ കേസ് ഓഫ് റൈസ് എന്തൊക്കെയാണ് അഗ്രികൾച്ചറിൽ പെടുക? അഗ്രികൾച്ചർ ഇൻക്ലൂഡ്സ് ലോഡിംഗ്, അൺലോഡിംഗ്, സ്റ്റോറേജ്, പാക്കിംഗ്. എന്താണ്? റൈസിനെ സംബന്ധിച്ചിടത്തോളം റൈസ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് അല്ല, പക്ഷേ റൈസിന്റെ ലോഡിംഗ്, അൺലോഡിംഗ്, സ്റ്റോറേജും പാക്കിങ്ങും എന്താണ്? ഇറ്റ് ബിക്കം ആൻ അഗ്രികൾച്ചർ. ക്ലിയർ ആണോ? ഓക്കെ, ആൻഡ് ഇൻ കേസ് ഓഫ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ഗ്രെയിൻസ് ആൻഡ് പൾസസ്. ഗ്രെയിൻസ് ആൻഡ് പൾസസ് എന്താണ്? സ്റ്റോറേജ് മാത്രം എന്താണ്? ഒരു അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ആണ്, അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയാണ്. അപ്പോ ശ്രദ്ധിക്കേണ്ട കാര്യം, അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ്സ് ആണ് ഓർ റയറിംഗ് ഓഫ് ആനിമൽസ് ആണ്. പ്ലാന്റ്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ? ഒറിജിനൽ പ്രൊഡക്റ്റ് മാത്രമാണ് അഗ്രികൾച്ചർ. അതായത് അരിയാണ് ഉണ്ടാക്കുന്നത്, അരി നമ്മൾ ഉണ്ടാക്കില്ലല്ലോ, നെല്ലാണല്ലോ ഉണ്ടാക്കുന്നത്, ആ നെല്ല് മാത്രമാണ് എന്ത്? അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്. ആനിമൽസിലേക്ക് വരുമ്പോ ഡൊമസ്റ്റിക് ആനിമൽസ് മാത്രമാണ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്, വൈൽഡ് ആനിമൽസ് അല്ല, ഹോഴ്സും അല്ല. ഓക്കെ, പുറത്ത് നമ്മൾ ബ്രീഡിങ് ചെയ്താലും അതെന്താണ്? അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ആണ്. റൈസിന്റെ കേസിൽ റൈസ് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് അല്ലെങ്കിലും ലോഡിംഗ്, അൺലോഡിംഗ്, സ്റ്റോറേജും പാക്കിങ്ങും എന്താണ്? അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ആണ്.
അതേപോലെ തന്നെ ഫോറസ്റ്റ് പ്രൊഡ്യൂസിനും ഗ്രെയിൻസിനും പൾസസിനും എന്ത് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയാണ്? നമ്മളുടെ സ്റ്റോറേജ് ഒരു അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയാണ്. സോ വാട്ട് ഈസ് എൻ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി? അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി ഈസ് കോമ്പിനേഷൻ ഓഫ് ദ ഹോൾ തിങ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സോ നിങ്ങളൊരു അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിന് പാട്ടം കൊടുക്കുന്നതും എല്ലാം എന്താണ്? ഒരു അഗ്രികൾച്ചറൽ ആക്ടിവിറ്റിയാണ്. പക്ഷെ ഇതിൽ ഏതാണ് അഗ്രികൾച്ചർ എന്ന് അറിയണമെങ്കിൽ യു ഷുഡ് നോ അബൌട്ട് വാട്ട് ഈസ് അഗ്രികൾച്ചർ. ക്ലിയർ ആണോ? സോ ഇത് ഫസ്റ്റ് പ്ലേസ് ചെയ്യുക, ഇത് ഫസ്റ്റ് എഴുതുക. ജസ്റ്റ് എന്താണ് കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ്സ് ഓർ റെയറിംഗ് ഓഫ് ആനിമൽസ്, ഓൺലി ഡൊമസ്റ്റിക് ആനിമൽസ്, നോട്ട് ഹോഴ്സ്. For agricultural produce, raw material or fiber, plus artificial insemination of livestock, plus in case of rice, loading, unloading, storage and packaging. In case of forest produce, grains and pulses, storage. Just hint words ആക്കിയിട്ട് മാത്രം ഇട്ടാൽ മതി, എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കൊന്നും വേണ്ട. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? എന്താ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, ഗ്രെയിൻസ്, പൾസസ്. ഫോറസ്റ്റ് എന്താ? ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ഫോറസ്റ്റിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങള്. ഗ്രെയിൻസ് എന്താ? ധാന്യങ്ങള്. പൾസസ് എന്താ? കുരുമുളക്, അങ്ങനത്തെ സാധനങ്ങൾ. ക്ലിയർ ആണോ? സോ ഈ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ആക്ടിവിറ്റി ചെയ്താലും, വെദർ ഇറ്റ് ഈസ് എ സർവീസ് ഓർ എ ഗുഡ്സ്, ഇറ്റ് വിൽ ബിക്കം എക്സംപ്റ്റഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ആക്ടിവിറ്റി ചെയ്താലും ദാറ്റ് വിൽ ബിക്കം എക്സംപ്റ്റഡ്. ക്ലിയർ? സോ നെല്ല് കൃഷിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പാട്ടം കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. നെല്ല് കൃഷിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ട്രാക്ടർ സർവീസ് നടത്തുകയാണെങ്കിൽ ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. സോ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഇത്രയും കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് സർവീസ് ചെയ്യുകയാണെങ്കിലും ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. ക്ലിയർ? ഉണക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. ക്ലിയർ? എന്താണ് പറഞ്ഞോ? ഏതാ? ഇതാണോ? ഫൈബർ കഴിഞ്ഞിട്ടാ? ഇത് പ്ലസ്. അടിയില് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഓഫ് ലൈഫ് സ്റ്റോക്ക്. ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഓഫ് ലൈഫ് സ്റ്റോക്ക്. എനി ആക്ടിവിറ്റി ഓർ സർവീസ് ഈസ് എക്സംപ്റ്റഡ്. Any activity or service is exempted. Any activity or service is exempted. Grains, forest pulse, forest produce, grains, pulses. Okay, എഴുതിയോ? സോ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ഞാൻ പൂച്ചേനെ വളർത്തുന്നു, ഒരു 50 പൂച്ചേനെ വളർത്തുന്നുണ്ട്. ഓക്കെ, സോ പൂച്ചേനെ വളർത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? പൂച്ചയുടെ ഫീഡ്സ് മേടിക്കുന്നുണ്ട്. വെദർ ഇറ്റ് ഈസ് എക്സംപ്റ്റഡ്. ക്ലിയർ ആയോ? ഞാൻ പൂച്ച ഫാം നടത്തുന്നുണ്ട്. ഓക്കെ, പൂച്ചയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പല സർവീസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് പൂച്ചയുടെ ഫീഡ്സ് മേടിക്കുന്നു, പൂച്ചനെ കുളിപ്പിക്കാനുള്ള സർവീസസ്, അങ്ങനെ പല സർവീസസ് ചെയ്യുന്നുണ്ട്. നൗ അത് എക്സംപ്റ്റഡ് ആണ്.
എന്തേ? ഓക്കെ, സോ അങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്. നമ്മൾ ഡൊമസ്റ്റിക്കിൽ വളർത്തുന്ന എല്ലാ സാധനവും എക്സംപ്റ്റഡ് അല്ല. ഡൊമസ്റ്റിക്കിൽ വളർത്തുമ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടണം? അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്, റോ മെറ്റീരിയലോ ഫൈബറോ കിട്ടണം. ക്ലിയർ ആണോ? ഓക്കെ, കോഴീനെ വളർത്താം, നിങ്ങൾക്ക് അതിന്റെ മീറ്റ് കിട്ടുന്നുണ്ട്, ദാറ്റ് ഇസ് എ ഫൈബർ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നമ്മൾക്ക് പോത്തിനെ വളർത്താം, നമുക്ക് ഫൈബർ കിട്ടുന്നുണ്ട്, പാല് കിട്ടുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. സോറി, പശു. ഓക്കെ, ക്ലിയർ? അപ്പൊ അതിൽ നിന്നൊന്നും കിട്ടുന്നില്ലെങ്കിൽ അത് അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസിൽ പെടില്ല. ഓക്കെ, ക്ലിയർ? സോ ദാറ്റ് ഈസ് എ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്. ഓക്കെ, ഒക്കെ ഓരോ പേജിൽ ചെയ്താൽ മതി കേട്ടോ. സംടൈംസ് അത് പകുതി പേജേ ഉണ്ടാവുള്ളൂ, പക്ഷെ ചിലപ്പോൾ നമുക്ക് പുതിയ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാനുണ്ടാവും. ഓക്കെ, സെക്കൻഡ് സർവീസ്, that is banking and financial service. B, banking and financial services. Banking and financial services. Okay, now എന്താണ് ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസസ്? വാട്ട് ഈസ് എ ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസ്? പറയാ, എന്താണ് ബാങ്കിങ് ഓർ ഫൈനാൻഷ്യൽ സർവീസ്? അല്ല, പറ, എന്താണ്? കടം മേടിച്ചാൽ GST ആണോ? ബാങ്കിങ് ആൻഡ് ഫൈനാൻഷ്യൽ സർവീസ് എന്താ? ബാങ്കിന് വിവിധ തരം സർവീസസ് നമുക്ക് ചെയ്തു തരാം, അല്ലെ? അക്കൗണ്ട്സ് മെയിൻറ്റെയിനിങ് സർവീസസ്, കറൻസി എക്സ്ചേഞ്ചിങ് സർവീസസ്, അങ്ങനെ പല സർവീസസും ബാങ്കിന് ചെയ്തു തരാം. സോ ബാങ്ക് നിങ്ങളുടെ അടുത്ത് GST പിടിക്കാറുണ്ടോ? ഉണ്ടോ? എന്താ ബാങ്ക് എല്ലാവർക്കും? ബാങ്കിങ് റിലേറ്റഡ് സർവീസസിന് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് GST പിടിക്കാറുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ ഇല്ലയോ? ഇല്ലേ? ഇല്ലേ? പിടിക്കാറില്ല? ആർക്കൊക്കെ ഇന്റർനെറ്റ് ബാങ്കിങ് ഉള്ളത്? അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഒന്ന് എടുത്തു നോക്കൂ, അതിൽ GST ഉണ്ടോ ഇല്ലേ? ആർക്കാ ഇന്റർനെറ്റ് ബാങ്കിങ് ഉള്ളത്? ആർക്കെങ്കിലും ഉണ്ടോ? സോ ബാങ്ക് നിങ്ങൾക്ക് പലതരത്തിലുള്ള സർവീസ് തരാം. ആ സർവീസ് ചെയ്യുമ്പോ അത് കൺസിഡറേഷനും ആവാം, വിത്തൗട്ട് കൺസിഡറേഷനും ആവാം. ബാങ്ക് സർവീസ് തരുന്നത് ഇപ്പൊ അക്കൗണ്ട് മെയിൻറ്റെയിനിങ്ങിനൊക്കെ അവർ ചാർജ് മേടിക്കുന്നുണ്ട് അല്ലേ? സോ കൺസിഡറേഷൻ മേടിച്ചിട്ടും ചെയ്യാം, കൺസിഡറേഷൻ മേടിക്കാതെയും ചെയ്യാം. ഞാൻ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അവിടെ GST വരുമോ? ഒരു ട്രാൻസാക്ഷനിൽ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ അവിടെ GST വരുമോ? ഇല്ല. കാരണം GSTയുടെ ഡെഫിനിഷൻ തന്നെ എന്താ? സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ടു എനി അതർ പേഴ്സൺ ഫോർ എ കൺസിഡറേഷൻ വെദർ ഓർ നോട്ട് ഫോർ ദ പർപ്പസ് ഓഫ് ബിസിനസ്. ഇതാണല്ലോ. സോ അവിടെ എന്താണ്? കൺസിഡറേഷൻ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ആവുമോ? സപ്ലൈ വരുമോ? ഇല്ല. അങ്ങനെ സപ്ലൈ വരണമെങ്കിൽ അത് ആന്റി കൺസിഡറേഷൻ ബ്ലോക്കിൽ വരണം. ആന്റി കൺസിഡറേഷൻ ബ്ലോക്കിൽ വരുന്നുണ്ടോ ബാങ്കിന്റെ സർവീസസുകൾ? ഇല്ല. സോ കൺസിഡറേഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. നൗ കൺസിഡറേഷൻ കിട്ടുന്നത് പല വിധത്തിലും ആവാം അല്ലെ? കൺസിഡറേഷൻ നമുക്ക് ബാങ്കിന് കിട്ടുന്നത് ഇൻട്രസ്റ്റ് വഴി ആയിക്കൂടെ? ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഡിസ്കൗണ്ടോ വഴി കൺസിഡറേഷൻ കിട്ടാൻ ബാങ്കിന്. ലോൺ കൊടുക്കുന്നു, ലോണിന്റെ ഇൻട്രസ്റ്റ് ആണ് ബാങ്കിന്റെ കൺസിഡറേഷൻ അല്ലെ? 10 ലക്ഷം ഞാൻ കടം കൊടുക്കുന്നു, 11 ലക്ഷമായിട്ട് തിരിച്ചു തരുന്നു. 10 ലക്ഷം ഞാൻ കൊടുത്ത പൈസയാണ്, 1 ലക്ഷം ഇൻട്രസ്റ്റ് ആണ്, 1 ലക്ഷം എന്റെ കൺസിഡറേഷൻ ആണ് അല്ലെ? നൗ ഇൻട്രസ്റ്റോ ഡിസ്കൗണ്ടോ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ എന്താ സംഭവിക്കുക? RCM, FCM exempted.
നൗ ഇൻട്രസ്റ്റോ ഡിസ്കൗണ്ട് ആണോ നമുക്ക് കൺസിഡറേഷൻ കിട്ടുന്നതെങ്കിൽ ഇറ്റ് ഈസ് എക്സംപ്റ്റഡ്. ഓക്കെ, നമ്മളിപ്പോ എക്സംഷൻ ലിസ്റ്റ് ആണല്ലോ പഠിക്കുന്നത്. ഓക്കെ, സോ ഇൻട്രസ്റ്റോ ഡിസ്കൗണ്ടോ ആണ് നമുക്ക് കൺസിഡറേഷൻ കിട്ടുന്നതെങ്കിൽ ദാറ്റ് ഈസ് എക്സംപ്റ്റഡ് ഫ്രം സപ്ലൈ. ഓക്കെ, ഓർ എക്സംപ്റ്റഡ് ഫ്രം GST. അല്ലെങ്കിലോ വേറെന്തെങ്കിലും പ്രോസസിംഗ് ചാർജ്, ATM ചാർജ്, ഇത് ഇൻട്രസ്റ്റ് ആണോ? അല്ല. സർവീസ് ചാർജ് ഇൻട്രസ്റ്റ് അല്ലല്ലോ. അങ്ങനെ വരുന്ന അതർ ദാൻ ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് ആണെങ്കിൽ ദാറ്റ് ഈസ് FCM, അതായത് ബാങ്ക് ടാക്സ് ആണ്. ക്ലിയർ ആണോ? സോ ദിസ് ഈസ് എ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ബാങ്കിങ് സർവീസ്. വേറെ ഉണ്ട് സർവീസുകൾ വരുന്നു, ഇത് ഫസ്റ്റ് വരച്ചു വെക്കുക. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ബാങ്കിങ് സർവീസ്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ബാങ്കിങ് സർവീസ്. ഓക്കെ, എന്താ പ്രശ്നം? അതർ ദാൻ ഇൻട്രസ്റ്റ് ഓർ ഡിസ്കൗണ്ട്. അതർ ദാൻ ഇൻട്രസ്റ്റ് ഓർ ഡിസ്കൗണ്ട്. ഓക്കെ, അതായത് ബാങ്ക് നമുക്ക് പല സർവീസുകൾ തരും. ആ സർവീസിന് ബാങ്ക് പ്രത്യുപകാരമായിട്ട് ചോദിക്കുന്നത് ഇൻട്രസ്റ്റോ ഡിസ്കൗണ്ടോ ആണെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്. ആ സർവീസ് എക്സംപ്റ്റഡ് ആണ്. നേരെ മറിച്ചിട്ട് പ്രത്യുപകാരമായിട്ട് ചോദിക്കുന്നത് ഒരു സർവീസ് ചാർജോ ഫീസോ ഒക്കെ ആണെങ്കിൽ ദാറ്റ് ഈസ് ടാക്സബിൾ. ബാങ്ക് വേണം ടാക്സ് അടയ്ക്കാൻ. FCM. ക്ലിയർ ആണോ? ഓക്കെ, നൗ ബാങ്കിങ് സർവീസിലെ സെക്കൻഡ് ടൈപ്പ് ഓഫ് സർവീസ് ദാറ്റ് ഈസ് ഫോറക്സ് സർവീസ്. ഫോറക്സ് സർവീസ് അത് ബാങ്കിൽ തന്നെ FCM. എന്താ ഡൗട്ട് ഉണ്ടോ? ഇത് FCM. എന്റെ കുട്ടിയെ എത്ര പ്രാവശ്യങ്ങള് GST എടുത്തിട്ട് ടാക്സ് അടച്ചിട്ടുണ്ട്? ഓക്കെ, രണ്ടാമത്തെ എന്താണ്? ഫോറക്സ് സർവീസ്. അപ്പൊ ഒരു ബാങ്കിന് എന്ത് ചെയ്യാം? ഫോറക്സ് സർവീസ് കൊടുക്കാം, കറൻസി എക്സ്ചേഞ്ച് ചെയ്തു കൊടുക്കാം. നൗ ബാങ്കിന് രണ്ട് രീതിയിൽ കറൻസി എക്സ്ചേഞ്ചുകൾ ചെയ്യാം. ഒന്ന്, ബാങ്കിന് ഇപ്പൊ നമ്മളുടെ എന്താ പറയാ അഹല്യ, അതേപോലെ തന്നെ
എന്താ മറ്റേ ടീമിന്റെ പേരെന്താ, UAE മണി എക്സ്ചേഞ്ച്, അവരുമായിട്ട് നടത്താം, അല്ലെങ്കിൽ സാധാരണ ആൾക്കാരുമായിട്ട് നടത്താം. നൗ ബാങ്ക് വേറൊരു ഏജൻസിയുമായിട്ട് അല്ലെങ്കിൽ ഒരു ഫോറക്സ് കമ്പനിയുമായിട്ടാണ് എന്ത് നടത്തുന്നത്, ഫോറക്സ് ഇടപാടുകൾ നടത്തുന്നതെങ്കിൽ ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. എന്താണ്, ബാങ്കും ഒരു ഫോറക്സ് കമ്പനിയും, അതായത് UAE മണി എക്സ്ചേഞ്ച്, അഹല്യ മണി എക്സ്ചേഞ്ച്, അങ്ങനത്തെ കമ്പനികളുമായിട്ടാണ് ബാങ്ക് ഈ കറൻസി ഇടപാടുകൾ നടത്തുന്നെങ്കിൽ അതിൽ നിന്ന് വരുന്ന കൺസിഡറേഷൻ ഈസ് എക്സംപ്റ്റഡ്. ക്ലിയർ? ബാങ്ക് നേരെ മറിച്ചിട്ട് സാധാ കസ്റ്റമറുമായിട്ടാണ് നടത്തുന്നതെങ്കിൽ ദാറ്റ് ബിക്കംസ് FCM, ദാറ്റ് ഈസ് ടാക്സബിൾ. ആരാ ടാക്സ് അടയ്ക്കേണ്ടേ? ബാങ്ക് വേണം ടാക്സ് അടയ്ക്കാൻ. ഇതേപോലെ തന്നെ ഈ കറൻസി എക്സ്ചേഞ്ചുകളും ഇൻഡിവിജ്വൽസുമായിട്ട് ബന്ധപ്പെട്ടൂടെ? അങ്ങനെ വന്നാലും ദാറ്റ് വിൽ ബിക്കം FCM. ക്ലിയർ ആണോ? അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കോ ഫോറക്സോ കസ്റ്റമറുമായിട്ട് ഇന്ററാക്ട് ചെയ്താൽ മാത്രമേ അവിടെ എന്ത് വരുള്ളൂ, ടാക്സ് വരുള്ളൂ. അവര് തമ്മിലുള്ള കറൻസി എക്സ്ചേഞ്ചുകളാണെങ്കിൽ ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. ക്ലിയർ ആണോ? ഓക്കെ, ദിസ് ഇസ് സെക്കൻഡ് ടൈപ്പ് ഓഫ് ബാങ്കിങ് സർവീസ്. എന്താ പറയുമ്പോൾ ഷബാബ് അവിടെ നിന്ന് ക്ലിയർ? സെറ്റ് ആണോ? ഈ മൂന്നാമത്തെ സർവീസ് പോവാൻ ബാങ്കിന്റെ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന മൂന്നാമത്തെ സർവീസ് ആണ് ഓക്കെ. അതിന്റെ മുമ്പായിട്ട് there is a bank account called as basic savings bank deposit. എന്താണ്? ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്സ് അണ്ടർ ദ സ്കീം ഓഫ് പ്രധാനമന്ത്രി ജൻധൻ യോജന. ഇപ്പത്തേക്ക് ഇത്ര മനസ്സിലാക്കുക, നിങ്ങളുടെ ബാങ്കിലൊന്നും ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഓക്കെ, സോ എന്താ പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് പറയുന്ന സ്കീമിന്റെ അണ്ടറിൽ കുറച്ച് ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ട് ബാങ്കുകളിൽ. ആ ബാങ്ക് അക്കൗണ്ട് ആണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ ബാങ്കിങ് സർവീസ് എന്തെങ്കിലും ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം എക്സംപ്റ്റഡ് ആണ്. അതായത് അവർക്ക് ATM ചാർജ് എന്ന് പറഞ്ഞിട്ട് ബാങ്ക് പിടിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. അവർക്ക് അക്കൗണ്ട് ചാർജ് എന്ന് പറഞ്ഞ് പിടിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. ക്ലിയർ ആണോ? സോ അല്ലാതെ പിടിക്കുന്നതൊക്കെ ഇറ്റ് ഈസ് FCM, ടാക്സബിൾ ആണ്. പക്ഷെ പ്രധാനമന്ത്രി ജൻധൻ യോജന സ്കീമിലുള്ള ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റുകളിലേക്കാണ് ബാങ്കിങ് ചാർജുകൾ ഈടാക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. ക്ലിയർ ആണോ? സോ ഏതാ അക്കൗണ്ട്? ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അണ്ടർ PMJDY. ഇതാണ് എന്നുണ്ടെങ്കിൽ ബാങ്ക് ഇഫ് ദേ ആർ കളക്ടിങ് അക്കൗണ്ട് ചാർജ് അല്ലെങ്കിൽ എനി ചാർജസ് ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. ക്ലിയർ ആണോ? പ്രധാനമന്ത്രി ജൻധൻ യോജന, ഇതൊക്കെ തലയിൽ വേണം കേട്ടോ. ബാങ്കിങ് സർവീസ് എന്ന് പറയുമ്പോൾ ഇത് ബാങ്ക് ഡെപ്പോസിറ്റ്, ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്. ഓക്കെ, പ്രധാനമന്ത്രി ജൻധൻ യോജന.
അല്ല, ഞാൻ ഒരു എക്സാമ്പിൾ എഴുതി. അക്കൗണ്ട് ചാർജ്, ഡെബിറ്റ് കാർഡ് ചാർജ്, അങ്ങനത്തെ ചാർജുകളൊക്കെ ഇറ്റ് ഈസ് എക്സംപ്റ്റഡ്. സിമ്പിൾ ആയിട്ട് ഒറ്റ കാര്യം മാത്രം മനസ്സിലാൽ മതി. എന്തെങ്കിലും ഒരു സാധനത്തിന്റെ ബാക്കിൽ യോജന ഉണ്ടോ, ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. എന്തെങ്കിലും ഒരു സ്കീം നിങ്ങൾക്ക് പറയാണ് ദാറ്റ് ഈസ് യോജന അവസാനിക്കുന്നുണ്ടോ, അതിപ്പോ ഇതിൽ ബാങ്കിങ് സർവീസ് മാത്രമൊന്നല്ല, ഇനി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ കുറെ അടൽ യോജന എന്നൊക്കെ പറഞ്ഞ സാധനം പഠിക്കും. എന്ത് യോജന വന്നാലും ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. ഓക്കെ, കാരണം അത് അങ്ങനത്തെ പ്രധാനമന്ത്രിയുടെ സ്കീമാണ്. സോ അതിന് ടാക്സ് ഉണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, നമ്മള് ഹോട്ടലിലൊക്കെ പോയിട്ട് നമ്മൾ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡൊക്കെ നമ്മൾ സ്വൈപ്പ് ചെയ്യും. സ്വൈപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർ പറയും 2% ചാർജ് ഉണ്ട് കേട്ടോ, നിങ്ങൾ കാർഡാണ് യൂസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ 2% ചാർജ് കൂടെ തരേണ്ടി വരും, ക്യാഷ് തരികയാണെങ്കിൽ ഈ പ്രശ്നമില്ല എന്നവർ പറയും. സോ അതെന്താ, പ്രോസസിങ് ഫീ ആണ്. ഓക്കെ, ആ പ്രോസസിങ് ഫീ 2000 രൂപ വരയ്ക്കും എക്സംപ്റ്റഡ് ആണ്. സോ എന്താ പറയണേ, എന്താ ആക്ച്വലി നടക്കുന്നത്, നിങ്ങളൊരു ഹോട്ടലിൽ പോണു, ഹോട്ടലിൽ പോയിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കണു. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഹോട്ടൽ ഉടമ പറയും നിങ്ങൾ കാർഡിലൂടെ പേ ചെയ്യുന്നുണ്ടോ അതോ നിങ്ങൾ ക്യാഷ് ആയിട്ടാണോ പേ ചെയ്യുന്നത്. സോ നിങ്ങൾ പറയണത് നിങ്ങൾ കാർഡിലൂടെ പേ ചെയ്യുന്നത്, നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. സോ സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഹോട്ടൽ ഉടമ പറയും നിങ്ങൾ കാർഡിലൂടെ പേ ചെയ്യുകയാണെങ്കിൽ ബാങ്ക് നിങ്ങളുടെ കയ്യിൽ നിന്നും 2% പ്രോസസിങ് ഫീ മേടിക്കും. അങ്ങനെ മേടിക്കുകയാണെങ്കിൽ ആരാ സർവീസ് ചെയ്യുന്നത്, ബാങ്കാണ് നിങ്ങൾക്ക് സർവീസ് ചെയ്യുന്നത്, നിങ്ങളാണ് റെസിപ്പിയന്റ്. അപ്പൊ അവർ കളക്ട് ചെയ്യുന്നതാണ് ഈ പ്രോസസിങ് ഫീ. ഈ പ്രോസസിങ് ഫീ 2000 രൂപ വരയ്ക്കും ബാങ്കിന് GST അടയ്ക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആണോ അത്? ഓക്കെ, ആരാ സർവീസ് ചെയ്യുന്നത്, ഹോട്ടലുടമ അല്ല നിങ്ങൾക്ക് സർവീസ് ചെയ്യുന്നത്, ബാങ്കിന്റെ സ്വൈപ്പിംഗ് മെഷീനാണ്. ബാങ്കാണ് നിങ്ങൾക്ക് സർവീസ് ചെയ്യുന്നത്. ആ ബാങ്ക് 2% പ്രോസസിങ് ഫീ മേടിക്കുകയാണെങ്കിൽ 2000 രൂപ വരയ്ക്കും ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. ക്ലിയർ ആണോ? ഓക്കെ, സോ എഴുതുക, അത് ജസ്റ്റ് സെന്റൻസ് ആക്കി എഴുതിക്കോ. സർവീസസ് ബൈ ആൻ അക്വയറിംഗ് ബാങ്ക്, സർവീസസ് ബൈ ആൻ അക്വയറിംഗ് ബാങ്ക്, സർവീസസ് ബൈ ആൻ അക്വയറിംഗ് ബാങ്ക്, സർവീസസ് ബൈ ആൻ അക്വയറിംഗ് ബാങ്ക് ഫോർ സെറ്റിൽമെന്റ്, ഫോർ സെറ്റിൽമെന്റ്, ഫോർ സെറ്റിൽമെന്റ്, ഫോർ സെറ്റിൽമെന്റ് up to an amount of 2000 rupees, up to an amount of 2000 rupees as processing charge, as processing charge is exempted, is exempted, is exempted. ക്ലിയർ ആണോ? ഈസ് എക്സംപ്റ്റഡ്. നൗ അടുത്തത് വരാൻ പോണത് നമ്മൾ ഓൾറെഡി പഠിച്ച സാധനമാണ്. മുമ്പ് തന്നെ നമ്മൾ എക്സംഷനിൽ പറഞ്ഞതുകൊണ്ട് ഇവിടെ പറയണമെന്ന് എനിക്കറിയില്ല. അതായത് ബിസിനസ് ഫെസിലിറ്റേറ്റേഴ്സ്, ഇൻഷുറൻസ് ഏജന്റ്സ്, ബിസിനസ് കറസ്പോണ്ടൻസിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അവർ റൂറൽ ഏരിയയിൽ എന്തെങ്കിലും സർവീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. അർബൻ ഏരിയ ആണെങ്കിൽ ഇറ്റ് ഈസ് ടാക്സബിൾ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം സാധനമാണ് നെക്സ്റ്റ് വൺ വരുന്നത്. സോ ദാറ്റ് ഈസ് ബിസിനസ് കറസ്പോണ്ടൻസ് ആൻഡ് ബിസിനസ് ഫെസിലിറ്റേറ്റേഴ്സ്. ഓക്കെ, അതെന്താണ് നിങ്ങൾ അതേപോലെ ഡിറ്റോ അവിടെ കോപ്പി അടിച്ച് വെക്കുക. എഴുതണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ബട്ട് നിങ്ങൾക്ക് മനസ്സിലാവണം എന്ന്, ഏതാണ് ബെറ്റർ എന്നുള്ള ഇത് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, എഴുതാതിരിക്കാം, യുവർ പ്രിഫറൻസ്. പക്ഷേ ഓൾറെഡി നമ്മൾ RCM പറഞ്ഞ അതേ പോയിന്റ് ആണ്. അതായത് റൂറൽ ഏരിയയിൽ നിങ്ങൾ സർവീസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. അർബൻ ഏരിയയിലാണെങ്കിൽ ഇറ്റ് ഈസ് ടാക്സബിൾ. എന്താ അടുത്തത് വിടുന്നു അല്ല, അപ്പൊ ഇത് എഴുതണില്ലേ? ബിസിനസ് ഫെസിലിറ്റേറ്റേഴ്സ് ആൻഡ് ബിസിനസ് കറസ്പോണ്ടൻസ് അടുത്തതല്ല, അത് ഇത് തന്നെയാണ്. നൈസ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് ആരാ ബിസിനസ് ഫെസിലിറ്റേറ്റർ, ആരാ ബിസിനസ് കറസ്പോണ്ടന്റ്? ബാങ്കിന്റെ എംപ്ലോയീസ് ആണ്. അത് ബാങ്കിങ് സർവീസ് അല്ലേ, ബാങ്കിൽ തന്നെ അല്ലേ വരിക? അതിലെന്നെ. അടുത്തതല്ല, അടുത്തതിലേക്ക് നമ്മൾ പോയിട്ടില്ല.
എന്താണ് business correspondents, business facilitators, insurance agents, direct selling agents. Exemption എന്തേ മാത്രമേ വരുള്ളൂ? ബിസിനസ് കറസ്പോണ്ടൻസിന്റെ ഏജന്റ്, ബിസിനസ് ഫെസിലിറ്റേറ്റർ, ഇവർ രണ്ടുപേരും റൂറൽ ഏരിയയിൽ പോയിട്ട് അക്കൗണ്ടുകൾ പിടിച്ചു തന്നാൽ ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. എക്സംപ്ഷൻ ലിസ്റ്റിൽ അതല്ലേ വരുള്ളൂ, എക്സംപ്റ്റഡ് ആയ കാര്യങ്ങൾ. ഇൻഷുറൻസ് ഏജന്റ് വരുമോ? അല്ല, മീൻസ് ഡയറക്ട് സെല്ലിംഗ് ഏജന്റ് ഒക്കെ വരുമോ? നിങ്ങൾക്ക് എഴുതാം, എഴുതാതിരിക്കാം, ബട്ട് മനസ്സിലാവണം ഇത് ഇതിൽ പെടുന്നതാണ്. എക്സംപ്റ്റഡ് ആയിട്ടുള്ളത് മാത്രം. ഞാൻ എന്താ നമ്മൾ പറഞ്ഞത്, ബിസിനസ് ഫെസിലിറ്റേറ്റർ റൂറൽ ഏരിയ പോയിട്ട് സർവീസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ടാക്സബിൾ. ബാങ്കുമായിട്ടുള്ള സർവീസ് ഇറ്റ് ഈസ് RCM. ബിസിനസ് കറസ്പോണ്ടന്റ് ബാങ്കുമായിട്ടുള്ള സർവീസ് ഈസ് FCM. റൂറൽ ഏരിയയിൽ ചെയ്യുന്നത് ഇറ്റ് ഈസ് എക്സംപ്റ്റഡ്. അല്ല, ഞാൻ മൊത്തത്തിൽ പറയാം ഇൻ ടോട്ടലിൽ എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ, സോ ദാറ്റ് ഈസ് ബാങ്കിങ് സർവീസ്. ഓക്കെ, ഒന്നും കൂടി എഴുതിക്കോ. ദാറ്റ് ഈസ് IFSC കമ്പനീസ് ബാങ്കിൽ തന്നെയാണ്. IFSC companies, intermediary services. IFSC companies, intermediary services. IFSC companies, intermediary services. In a currency other than INR. In a currency other than INR. In a currency other than INR. എന്താ INR? ഇന്ത്യൻ റുപ്പീസ്, INR. അപ്പൊ എന്താ IFSC കമ്പനി? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നോ, മറ്റേ ക്ലാസ്സിലാവുന്നു. ഓക്കെ, IFSC എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോൾഡ് ആസ്, CSET-കാർക്ക് അറിയണം എന്താ, ഇന്റർനാഷണൽ ഫൈനാൻഷ്യൽ സർവീസ് സെന്റർ എന്ന് പറയുന്നതാണ് IFSC. എവിടെ ഉള്ളതാണത്? ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഗിഫ്റ്റ് സിറ്റി ഇൻ ഗുജറാത്ത്, അഹമ്മദാബാദ്. അവിടെ ഉള്ള ഗിഫ്റ്റ് സിറ്റിയിലുള്ള കമ്പനികളെയാണ് നമ്മൾ IFSC കമ്പനികൾ എന്ന് പറയാം. IFSC കമ്പനികൾ ഇന്ത്യൻ കറൻസിയിൽ അല്ലാത്ത എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. ക്ലിയർ ആണോ? അതാണ് IFSC കമ്പനികൾ എന്ന് പറയുന്നത്. അതായത് ഒരു പ്രത്യേക ഏരിയയാണ് ഗിഫ്റ്റ് സിറ്റി എന്ന് പറയുന്നത്. അത് അഹമ്മദാബാദിലാണുള്ളത്. ഇന്ത്യയിൽ ആകെ ഒരു ഗിഫ്റ്റ് സിറ്റിയേ ഉള്ളൂ. ആ ഗിഫ്റ്റ് സിറ്റിയിലുള്ള IFSC കമ്പനികൾ എന്തെങ്കിലും സർവീസ് ഇന്ത്യൻ കറൻസിയിൽ അല്ലാതെ പുറത്തേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. ക്ലിയർ ആണോ? ഓക്കെ, സെറ്റ്. അടുത്തയിലേക്ക് പോകണോ, ചോദ്യം ചെയ്യണോ? ഒന്നുകൂടി എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് H, ഹെൽത്ത് കെയർ സർവീസസ്. H, ഹെൽത്ത് കെയർ സർവീസസ്. എന്നാ അപ്പൊ റെഡി ആയിക്കോ, സംഭവം വരുന്നുണ്ട്. മിക്കവാറും ഹലോ. ഓക്കെ ഓക്കെ, ഓക്കെ, റെഡിയാണോ? റെഡി അല്ലേ? ഓക്കെ, എന്താണ് പ്രശ്നം? എന്താ പ്രശ്നം? സോ നൗ ഹെൽത്ത് കെയർ സർവീസ് എന്ന് പറയുമ്പോ എന്തായിരിക്കും അവിടെ വരിക? ഇറ്റ് ഈസ് ഹോസ്പിറ്റൽ അല്ലേ? ഹോസ്പിറ്റലാണല്ലോ വരിക.
Now ഒരു ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഉണ്ടാവും? There will be rooms ഉണ്ടാവില്ലേ? Definitely there will be rooms. There will be ICU, MICU, CCU ഒക്കെ ഉണ്ടാവില്ലേ? That is also there. There is doctors, OP ഉണ്ടാവില്ലേ? ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സ് OP ഉണ്ടാവും. There will be ആംബുലൻസ് അല്ലേ? ആംബുലൻസ് ഉണ്ടാവില്ലേ? ആംബുലൻസ് ഉണ്ടാവും. സോ ഇത്രയും അടങ്ങുന്നതാണ് എന്ത്? ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ക്ലിനിക് അല്ലെ? എന്തൊക്കെയാ? സോ ദിസ് ക്യാൻ ബി എ ഹോസ്പിറ്റൽ, ദിസ് ക്യാൻ ബി എ ക്ലിനിക്, ദിസ് ക്യാൻ ബി എ നഴ്സിംഗ് സ്റ്റേഷൻ. ഓക്കെ, ഏതൊക്കെയാവാം? ഓർ ഇറ്റ് ക്യാൻ ഓൾസോ ബി എ ഡോക്ടർ ഓർ മെഡിക്കൽ പ്രാക്ടീഷണർ. അതായത് അവരെ വീട്ടിലൊക്കെ പോയിട്ട് നമ്മൾ പരിശോധിക്കില്ലേ അല്ലേ? സോ ആരൊക്കെ ആവാം? ഇറ്റ് ക്യാൻ ബി എ ഹോസ്പിറ്റൽ, ഇറ്റ് ക്യാൻ ബി എ ക്ലിനിക്, ഇറ്റ് ക്യാൻ ബി എ നഴ്സിംഗ് സ്റ്റേഷൻ, ഇറ്റ് ക്യാൻ ബി എ മെഡിക്കൽ പ്രാക്ടീഷണർ. ഓക്കെ, ക്ലിയർ? നൗ ആരൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസാണ് നമ്മൾ നോക്കേണ്ടത്? ഇവര് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എസ്പെഷ്യലി ആരൊക്കെയാ? വൺ ഈസ് എ ഡോക്ടർ, ക്ലിയർ? സെക്കൻഡ് ഈസ് പാരാമെഡിക്കൽസ്, അതായത് നേഴ്സുകള്, പാരാമെഡിക്സ്. ഓക്കെ, ക്ലിയർ? ഇവരാണല്ലോ ഇവിടെ മെജോറിറ്റി സർവീസ് ചെയ്യുന്നത്, ഈ പറയുന്ന കാറ്റഗറിയിലൊക്കെ ചെയ്യുന്നത്. നൗ ഇവർ ചെയ്യുന്ന സർവീസസുകൾ എക്സംപ്റ്റഡ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് എന്താ? ഡോക്ടേഴ്സോ പാരാമെഡിക്സോ ചെയ്യുന്ന സർവീസസ് എക്സംപ്റ്റഡ് ആണ്. ഇപ്പത്തേക്ക് എക്സംപ്റ്റഡ് ആണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം അത് കഴിഞ്ഞിട്ട്. ഇപ്പത്തേക്ക് എക്സംപ്റ്റഡ് ആണ്. ഹോസ്പിറ്റൽസോ ക്ലിനിക്സോ നഴ്സിംഗ് സ്റ്റേഷനോ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സോ റൂം കൊടുക്കുകയാണെങ്കിൽ, ICU NICU ചാർജസ് ഈടാക്കുകയാണെങ്കിൽ, ഡോക്ടേഴ്സ് OP ഡയഗ്നോസിസ് ചെയ്യുകയാണെങ്കിൽ, ആംബുലൻസ് സർവീസസും എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, ക്ലിയർ? ബട്ട് അതിലേക്ക് ഞാൻ മൂവ് ചെയ്യണമെങ്കിൽ ഐ ഷുഡ് ടെൽ ഹൂ ഈസ് എ ഡോക്ടർ. വേണ്ടേ? കള്ള ഡോക്ടർമാരുണ്ട്, വ്യാജ സർട്ടിഫിക്കറ്റുള്ള ഡോക്ടർമാരുണ്ട്. ആരാണ് ഈ ഡോക്ടർ? ആയുർവേദ ഡോക്ടർ ഉണ്ട്, ഹോമിയോപ്പതി ഡോക്ടർ ഉണ്ട്, യോഗ, അങ്ങനെ പലതും ഉണ്ട്. ഇതിൽ ഏത് ഡോക്ടറാണ്? വി ഷുഡ് നോ. Now who is a doctor? Who is a doctor or who is a nurse? He or she should be engaged in allopathy, homeopathy, siddha, Unani and naturopathy, that is Ayurveda. ഏതൊക്കെയാണ്? ഈ ഡോക്ടറോ നേഴ്സോ അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലോ എന്തിൽ എൻഗേജ് ചെയ്തവരായിരിക്കണം? അലോപ്പതി, ദാറ്റ് ഈസ് ഇംഗ്ലീഷ് മെഡിസിൻ. ഹോമിയോപ്പതി അറിയാലോ നമുക്ക്. സിദ്ധ, യുനാനി എനിക്ക് വലിയ പരിചയമില്ല. ദെൻ നാച്ചുറോപ്പതി. ഈ 5 കാര്യങ്ങളിലുള്ള ഹോസ്പിറ്റൽസ്, ഈ 5 കാര്യങ്ങൾ ചെയ്യുന്ന ഡോക്ടേഴ്സ് ആൻഡ് പാരാമെഡിക്സ്, അവർ ചെയ്യുന്ന സർവീസസിനാണ് എന്തുള്ളത്? എക്സംഷൻ ഉള്ളത്. പക്ഷെ അവർ ചെയ്യുന്ന എല്ലാ സർവീസസിനും എക്സംഷൻ ഇല്ല. ഏതൊക്കെ സർവീസാണ്? നൗ അവർ ചെയ്യുന്ന സർവീസസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ആക്ച്വലി. ഇറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഓക്കെ, ഇറ്റ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യാം. ഇപ്പൊ ഇത് എടുത്താൽ ശരിയാവില്ല. ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് നാളെ ഒന്നും കൂടി എടുക്കാം. കാരണം ഭയങ്കര വാസ്റ്റ് ടോപ്പിക് ആണ്. ഓരോന്നിനും എക്സ്പ്ലനേഷൻ ഉണ്ട്. ഇവർക്ക് 3 സർവീസുകൾ ചെയ്യാം. ഒന്ന്, ദാറ്റ് ഈസ് പ്രീ ട്രീറ്റ്മെന്റ് സർവീസസ്, അതായത് അസുഖം വരുന്നതിന് മുമ്പുള്ള ട്രീറ്റ്മെന്റ്. അതായത് നിങ്ങൾ പനി വരുന്നു, പോയി കൺസൾട്ട് ചെയ്യുന്നു, ദാറ്റ് ഈസ് പ്രീ ട്രീറ്റ്മെന്റ്. ദേ ക്യാൻ ഡു ദ എക്സാക്ട് ട്രീറ്റ്മെന്റ്, സർജറി കാര്യങ്ങൾ അവർക്ക് ചെയ്യാം. ദേ ക്യാൻ ഓൾസോ ഡു പോസ്റ്റ് ട്രീറ്റ്മെന്റ്, സർജറി കഴിഞ്ഞുള്ള ഫിസിയോതെറാപ്പി, ദാറ്റ് ഈസ് ആഫ്റ്റർ ട്രീറ്റ്മെന്റ്. ക്ലിയർ ആണോ? ഇവർ ചെയ്യുന്ന 3 സർവീസ് ആണ്. ഏതൊക്കെയാണ്? പ്രീ ട്രീറ്റ്മെന്റ്, ട്രീറ്റ്മെന്റ്, പോസ്റ്റ് ട്രീറ്റ്മെന്റ്. ക്ലിയർ ആണോ? ഇവർക്ക് ഈ 3 സർവീസസ് ചെയ്യാം. ഈ 3ഉം എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, പ്രൊവൈഡഡ് നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് എന്തിനാണ്?
it should be for a disease, it should be for an injury, okay, or mental trauma or physical trauma. എന്താണ്? ഇറ്റ് ക്യാൻ ബി എന്തൊക്കെയായിരിക്കാം? ഒരു ഡിസീസ് ആവാം, ഒരു ഇഞ്ചുറി ആവാം, ഒടിയലാവാം. ഇറ്റ് ക്യാൻ ബി എൻ ഇഞ്ചുറി, ഇറ്റ് ക്യാൻ ബി എ ഡിസീസ്, ഇറ്റ് ക്യാൻ ബി എ മെന്റൽ ട്രോമ, മാനസികമായിട്ടുള്ള ഇൻസ്റ്റെബിലിറ്റി ആവാം, ഫിസിക്കൽ ആയിട്ടുള്ള ഇൻസ്റ്റെബിലിറ്റി, പാരാലിസിസ്, കുഴഞ്ഞു പോവുക, ഫിസിക്കൽ ആയിട്ടുള്ള ഇൻസ്റ്റെബിലിറ്റി ആവാം. ഇതിനൊക്കെ എക്സംഷൻ കിട്ടും. പക്ഷെ എന്തിന് കിട്ടില്ല? ഓക്കെ, കിട്ടാത്തത് ഏതൊക്കെയാണ്? ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ, കോസ്മെറ്റിക് സർജറി, പ്ലാസ്റ്റിക് സർജറി. ഈ മൂന്നെണ്ണത്തിന് എന്ത് കിട്ടില്ല? എക്സംഷൻ കിട്ടില്ല. എന്തൊക്കെയാ? ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ, കോസ്മെറ്റിക് സർജറി, പ്ലാസ്റ്റിക് സർജറി. ഈ മൂന്നെണ്ണത്തിന് കിട്ടില്ല. ഓക്കെ, ക്ലിയർ ആണോ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താ അറിയേണ്ടത്? ഡോക്ടറും പാരാമെഡിക്സും ആരാണ് എന്നുള്ളത്. ഡോക്ടറോ പാരാമെഡിക്സോ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. എന്തില്? They should be recognized in allopathy, homeopathy, siddha, unani or naturopathy or ayurveda. Naturopathy എന്ന് പറഞ്ഞാൽ nature, that is ayurveda. Okay, ആയിരിക്കണം. ഇവർ ചെയ്യുന്ന എന്തൊക്കെ ട്രീറ്റ്മെന്റിനാ? പ്രീ ട്രീറ്റ്മെന്റ്, ട്രീറ്റ്മെന്റ് ആൻഡ് പോസ്റ്റ് ട്രീറ്റ്മെന്റ് ഇറ്റ് ഈസ് എക്സംപ്റ്റഡ്. ബട്ട് എന്തിനുള്ള പ്രീ ട്രീറ്റ്മെന്റും പോസ്റ്റ് ട്രീറ്റ്മെന്റും ട്രീറ്റ്മെന്റും ആയിരിക്കണം? ഇറ്റ് ക്യാൻ ബി ഫോർ എ ഡിസീസ്, ഇറ്റ് ക്യാൻ ബി ഫോർ എൻ ഇഞ്ചുറി, ഇറ്റ് ക്യാൻ ബി ഫോർ എ മെന്റൽ ട്രോമ, ഇറ്റ് ക്യാൻ ബി ഫോർ എ ഫിസിക്കൽ ട്രോമ. ക്ലിയർ? എങ്കിൽ ഇറ്റ് ഈസ് എക്സംപ്റ്റഡ്. But it does not include a cosmetic surgery, plastic surgery or hair transplantation. ഇതൊന്നും വേണ്ടാത്ത സാധനങ്ങളാണല്ലോ. അതായത് ഒരു ഡിസീസോ കാര്യമൊന്നും അല്ലല്ലോ, നമ്മൾ ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടോ ചെയ്യാം. ബട്ട് യു ഷുഡ് ഓൾസോ ബി ക്ലിയർ, ആക്സിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അയാളുടെ ഫേസ് റെക്കഗ്നൈസബിൾ അല്ലാത്ത രീതിയിൽ മാറിയത് കൊണ്ട് നടത്തുന്ന ഹെയർ ട്രാൻസ്പ്ലാന്റേഷനോ കോസ്മെറ്റിക് സർജറിയോ ആണെങ്കിൽ ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. അല്ലേ? ഇപ്പൊ നമുക്ക് പല്ലൊക്കെ പോയിട്ട്, സോ ആ പല്ലൊക്കെ ഇംപ്ലാന്റ് ചെയ്തിട്ട് കോസ്മെറ്റിക്കോ പ്ലാസ്റ്റിക് സർജറിയോ എവിടെയൊക്കെ മുറിഞ്ഞു പോയതിനൊക്കെ പ്ലാസ്റ്റിക് സർജറി ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് എക്സംപ്റ്റഡ്. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ആൻ ഇഞ്ചുറി. അല്ലാതെ വരുന്ന ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും കോസ്മെറ്റിക് സർജറിയും പ്ലാസ്റ്റിക് സർജറിയും ആണ് എന്ത്? എക്സംപ്റ്റഡ് അല്ലാത്തത്. ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? എവിടേക്ക് എന്തൊക്കെ ക്ലിയർ ആണ് അല്ലെ? എന്തായാലും അത് നമുക്ക് നാളെ നോക്കാം. നമുക്കിപ്പോ തൽക്കാലം എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓൾറെഡി 2 സർവീസസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഈ 2 സർവീസസിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, ഗ്രൂപ്പ് 1 2 3 4 1 2 3 4. ആണോ? ഓക്കെ, ഇവിടെ ആളില്ലേ? 1 കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഒജ്ജ് ഫണ്ണല്ലേ? ഇത് വണ്ണ സെറ്റല്ലേ? ഓ, അങ്ങനെ എപ്പോഴും ഒരേപോലെയാണല്ലോ. ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഓരോ ടീമും പേര് പറഞ്ഞോളൂ. ഇല്ല, പേര് വെച്ചിട്ടുള്ള പേരില്ല. ഇനി ഇവിടെ എന്താ? ഇല്ലല്ല, ഒരു ഫ്ലോയില് പോകുള്ളൂ. എന്നാ അത് പറയാ. അൻസു, അൻസു
ഓക്കെ നെക്സ്റ്റ്. പടച്ചോനെ വരെ ഫിനിക്സ് ഒക്കെ ആവണം കേട്ടോ. പേര് പോലെ ആവണം പ്രവൃത്തി. അത് അജ്മലിനുള്ളതാണല്ലോ. ടീം മെഗാ ആൽഫ. ഓക്കെ തുടങ്ങാം. ഓക്കെ സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല എൽ സർവീസ് എഴുതി നിങ്ങള്? ഹെഡിങ് മാത്രം എഴുതി വെച്ചു. അതെന്നാ വെട്ടിക്കോ. ഓക്കെ ഓക്കെ നൗ 3 ക്വസ്റ്റ്യൻ തരും. 3 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ബുക്കിൽ ആൻസർ എഴുതാം. നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, അതിന് ശേഷമേ ചോദിക്കുള്ളൂ, അപ്പോഴാണ് പറയേണ്ടത് കേട്ടോ. അങ്ങനെയാണ്. ഫസ്റ്റ് വൺ എഴുതുക. സർവീസസ് റിലേറ്റിംഗ് ടു റയറിംഗ് ഓഫ് ഷീപ്സ്. സർവീസസ് റിലേറ്റിംഗ് ടു റയറിംഗ് ഓഫ് ഷീപ്പ്. സർവീസസ് റിലേറ്റഡ് ടു റയറിംഗ് ഓഫ് ഷീപ്പ്. ഷീപ്പ് ആട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സർവീസസ് ബൈ വേ ഓഫ് artificial insemination of horses. Services by way of artificial insemination of horses. Third question, processing of sugarcane into jaggery. Processing of sugarcane into jaggery. Processing of sugarcane into jaggery. Okay, so that's the first 3 set of questions. 10 seconds, just 10 seconds. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എന്താണ് എന്തുകൊണ്ട്? സാധാ പോലെ നമ്മൾ എങ്ങനെ കളിക്കാറ് അതേപോലെ തന്നെ സെയിം. ഓക്കെ, ഒരു ബുക്ക് തരാം. നിങ്ങൾ പറയണ്ട, ബുക്ക് തരാം. നമ്മൾ ആൻസർ എഴുതുക, ബുക്ക് എഴുതുക. റീസൺ എഴുതണ്ട. റീസൺ ഞങ്ങളോട് ചോദിക്കും. ആരെങ്കിലും ഒരാളുടെ ബുക്ക് തരിക. 1, 2, 3, 4 തരാ. ബുക്ക് തരാ. 1, 2, 3, 4, 5. കുഴപ്പമില്ല. 1, 2, 3, 4, 5, 6, 7, 8, 9. ഇത് എഴുതങ്ങട്ട്. ഓക്കെ, ഓക്കെ. സോ ഫസ്റ്റത്തെ ടീം നിങ്ങളാന്ന് അല്ലേ? ഇവരല്ലേ അന്ന്? ഓക്കെ. സർവീസസ് റിലേറ്റഡ് ടു റിയറിംഗ് ഓഫ് ഷീപ്സ്. സർവീസസ് റിലേറ്റിംഗ് ടു റിയറിംഗ് ഓഫ് ഷീപ്സ്. എന്താണത്? വൈ? 2 കാരണം.
So it is used for getting fiber and also, so it is exempted. Okay. Second one, services by way of artificial insemination of horses. Services by way of artificial insemination of horses. It is not exempted because horse is not a domestic animal. അതിനെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ക്ലിയർ ആണോ? ഹോഴ്സ് ഡൊമസ്റ്റിക് ആനിമൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടോ? നോ. സോ അതിന് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്തിട്ട് കാര്യമുണ്ടോ? ബ്രീഡ് ചെയ്തിട്ട് കാര്യമുണ്ടോ? നോ. സോ ദാറ്റ് ഈസ് നോട്ട് എക്സെപ്റ്റഡ്. പ്രോസസിംഗ് ഓഫ് ഷുഗർ കെയിൻ ഇൻ ടു ജാഗറി. Processing of sugarcane into jaggery. It is not exempted because jaggery is not agricultural produce. ശർക്കര agricultural produce ആണോ? No. പ്രോസസ് ചെയ്തിട്ടാണ് നമുക്ക് ശർക്കര കിട്ടുന്നത്. ഷുഗർ കെയിൻ പ്രോസസ് ചെയ്തിട്ടാണ് ശർക്കര കിട്ടുന്നത്. ഷുഗർ കെയിൻ ഈസ് exempted, but jaggery is not exempted. Clear? So ഫസ്റ്റത്തെ ടീമിന് 2 marks. Now ലാസ്റ്റത്തെ ടീമിന് exempted, taxable 3 മാർക്ക്. ഫിനിക്സ് ആണല്ലേ. Now കുറച്ച് വൃത്തിയുള്ള നോട്ടാണല്ലോ അതാരല്ലേ എന്റെ. സോ ടീം ക്ലാസ്മേറ്റിന്റെ റയറിംഗ് ഓഫ് ഷീപ്പ് ശരിയാണ്, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ശരിയാണ്, ആൻഡ് പ്രോസസിംഗ് ഓഫ് ഷുഗർ തെറ്റാണ്. സോ 2 മാർക്ക്. ദെൻ ഇതും ഇത് നീതടയോ അല്ലേ? എക്സംപ്റ്റഡ് ഇതെന്തത്? രണ്ടും ടാക്സബിൾ ആണ്. സോ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ഈസ് ടാക്സബിൾ, അതർ ഈസ് ഓൾസോ. ഓക്കെ. അതായത് ഈ ഫാമേഴ്സിന്റെ അടുത്ത് പോയിട്ട് നെല്ല് മേടിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എന്താണ്? എക്സംപ്റ്റഡ് ആണ്. അരിയ മേടിക്കണമെങ്കിൽ ഇറ്റ് ഈസ് ടാക്സബിൾ. ഷുഗർ കെയിൻ മേടിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എക്സംപ്റ്റഡ്. ബട്ട് ജാഗറി ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ടാക്സബിൾ. ടാക്സബിൾ. ഓക്കെ. നെക്സ്റ്റ് 3 ചോദ്യം എഴുതാം. ഓക്കെ. വൗ. Milling of paddy into rice. First one is milling of paddy into rice. സബ്റ്റ് ചോദ്യങ്ങളാ. Milling of paddy into rice. Second one is service of. Second question is service of fumigation. Service of, അതായത് കൊറോണ ഒക്കെ വന്നപ്പോ പുകച്ചിരുന്നില്ലേ വീട്ടിൽ കൂടെ ഒക്കെ വന്നിട്ട്, that is called as fumigation. Okay, service of fumigation in warehouse of agricultural produce. Service of fumigation in warehouse of agricultural produce. Service of fumigation in warehouse of agricultural produce. Okay, 2 ചോദ്യം. That's all.
1 2 3 4 5 6 7 8 9 ഇല്ല, ഇത്രയും നേരം സമയം തന്നിട്ട്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പടച്ചോനെ എന്റെ ആണെങ്കിൽ മനസ്സിലാവുന്നില്ലല്ലോ. മില്ലിംഗ് ഓഫ് പാഡി ഇൻ ടു റൈസ്. മില്ലിംഗ് ഓഫ് പാഡി ഇൻ ടു റൈസ്, അതായത് പാഡീനെ മില്ല് ചെയ്ത് റൈസ് ആക്കുന്നു. എന്തായിരിക്കും മില്ലിംഗ് ഓഫ് പാഡി ഇൻ ടു റൈസ്? ഇറ്റ് ഈസ് ടാക്സബിൾ. In case of rice, loading, unloading, storage and packaging is only agricultural service. അല്ലേ? മില്ലിങ്ങിന്റെ കാര്യം നമ്മൾ പറഞ്ഞോ? ഇല്ല. So it is taxable. രണ്ടെന്താ? Fumigation service എന്താണ്? Is taxable. Now, ഒരു agricultural service എന്താ? What is an agricultural service? ആ അഗ്രികൾച്ചറൽ പ്രൊഡക്റ്റുമായിട്ട് എന്തെങ്കിലും ബന്ധം അതിന് വേണം, വേണ്ടേ? ഫ്യൂമിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണത്? അണുവിമുക്തമാക്കുകയാണ്. സ്റ്റോർ ചെയ്യുന്ന സ്ഥലം അണുവിമുക്തമാക്കുകയാണ്. അത് അഗ്രികൾച്ചർ പ്രൊഡ്യൂസുമായിട്ട് വല്ല ബന്ധമുണ്ടോ? എടാ, പ്രൊഡ്യൂസിന് അണുവിമുക്തമാക്കല്ല, റൂം അണുവിമുക്തമാക്കുകയാണ് എന്ത്? ഫ്യൂമിഗേഷൻ. ഓക്കെ, സോ that is also taxable. ക്ലിയർ ആണോ? അപ്പൊ അഗ്രികൾച്ചർ പ്രൊഡ്യൂസിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയാൽ അതെന്താവില്ല? അഗ്രികൾച്ചറൽ സർവീസ് ആവില്ല. അപ്പൊ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് പെയിന്റ് അടിച്ചു, ആപ്പിളൊക്കെ എടുത്തിട്ട് പല പെയിന്റ് അടിച്ചിട്ടു, അത് അതിന് വേണ്ടതാണോ? അല്ല. അതുകൊണ്ട് മാത്രം അത് എന്താവില്ല? എക്സംപ്റ്റഡ് ആവില്ല. അതിന് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യണം. ക്ലിയർ ആണോ? സോ ഫസ്റ്റത്തെ ടീമിന് രണ്ടും തെറ്റിച്ചു അല്ലെ? ഓക്കെ, ആ ടീം നോട്ട് എക്സംപ്റ്റഡ് ആൻഡ് എക്സംപ്റ്റഡ് ഒരു പോയിന്റ് അല്ലെ? ടീം ക്ലാസ്മേറ്റ് നിങ്ങൾ എന്താ എഴുതിക്കണം? നിങ്ങൾ ചിലത് എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ടോ? ടാക്സബിൾ ആൻഡ് എക്സംപ്റ്റഡ് ഒരു പോയിന്റ്, ആൻഡ് നിങ്ങൾക്ക് ഒരു പോയിന്റ്. ഓക്കെ, സോ നെക്സ്റ്റ് സെറ്റ് ഓഫ് ചോദ്യം. Cultivation of ornamental flowers. Cultivation of ornamental flowers. Cultivation of ornamental flowers. Cultivation of ornamental flowers. രണ്ട്, packing of tomato ketchup. Packing of tomato ketchup. Packing of tomato ketchup. Okay. One, 2, 3, 4, 5, 6, 7, 8, 9, 10. നമ്മുടെ വരാം. വേറെ തരണുണ്ടോ? പറയാ, തരാ. 1, പോരട്ടെ, ഇവിടെ. Now first one is cultivation of ornamental flowers.
For cultivation of ornamental flowers. What is an ornamental flower? Not accepted. Okay, what is an ornamental flower? What is an ornamental flower? Yeah? So, okay, whether it is natural or artificial. Ornamental flowers are natural or artificial. അത് നിങ്ങളോടാ ഞാൻ ചോദിക്കണേ, നാച്ചുറൽ ആണോ ആർട്ടിഫിഷ്യൽ ആണോ? ഓക്കെ, ഐ വിൽ ഗിവ് എ ചാൻസ്. മാറ്റേണ്ടവർക്ക് ഞാൻ അതിന്റെ ഉത്തരം ഞാൻ പറയുന്നില്ല, ബട്ട് മാറ്റേണ്ടവർക്ക് ദേ ക്യാൻ ചേഞ്ച് ഇഫ് നീഡഡ്. 20 seconds അതിൻ്റെ ഉള്ളിൽ പറയണം. 1 2 3 4 5 6 7 8 9 10 11 12 13 20 14 15 16 17 വേറെ ഏതെങ്കിലും ടീം 18 19 20. ഓക്കെ, എന്താണ് നിങ്ങൾ എന്താ എഴുതിക്കണ്? സോ ഓക്കെ, നിങ്ങൾക്ക് എന്താ ഉത്തരം മാറ്റണോ? എന്താ ആക്കണ്ടത്? ഇപ്പൊ എക്സംപ്റ്റഡ് എന്നുള്ളതാണ്. സോ നോട്ട് എക്സംപ്റ്റഡ് എന്നാക്കണം. ഓക്കെ ഓക്കെ, ബാക്കിയുള്ളവരൊക്കെ അവരുടെ ആൻസർ ഞാൻ വായിക്കാം. ആ ടീം എഴുതിയിരിക്കുന്നത് ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് എന്നാണ്. ഈ ടീം എഴുതിയിരിക്കുന്നത് ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് എന്നാണ്. ആൻഡ് ഈ ടീം എഴുതിയിരിക്കുന്നതും ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് എന്നാണ്. ഓക്കെ, നൗ വാട്ട് ഈസ് ആൻ ഓർണമെന്റൽ ഫ്ലവർ? അലങ്കാര പുഷ്പങ്ങൾ ലൈക്ക് ഓർക്കിഡ്, ഓർക്കിഡ്, റോസ്, ലില്ലി, ഇതൊക്കെയാണ് എന്ത്? ഓർണമെന്റൽ ഫ്ലവേഴ്സ്. Ornamental flowers, even though it is ornamental flowers, it is an agricultural produce. കാരണം cultivation of plants for the purpose of fiber or any other raw material. So it is an agricultural produce and it is exempted. ഞാൻ ചതിച്ചിട്ടില്ല, ഞാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല അത് ആർട്ടിഫിഷ്യൽ ആണ്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം എന്തായിരുന്നു? പാക്കിംഗ് ഓഫ് ടൊമാറ്റോ കെച്ചപ്പ്. മോസ്റ്റ് ഓഫ് ദം അത് ശരിയാക്കിയിട്ടുണ്ടാവും. ടൊമാറ്റോ കെച്ചപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ടേക്കൺ ഫ്രം ടൊമാറ്റോ, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ ഒറിജിനൽ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ്. ഒറിജിനൽ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസ് ഈസ് ടൊമാറ്റോ, സോ ഇറ്റ് ഈസ് ടാക്സബിൾ. സോ ഫസ്റ്റത്തെ ടീമിന് 0 അല്ല 1 അല്ലേ? 1. Now ഈ ടീമിന് 2, ആ ടീമിനും ഇറ്റ്സ് 2, ഈ ടീമിനും ഇറ്റ് ഈസ് 2. ഓക്കെ, sorry. So next question, next set of question. Warehousing of potato chips and biscuit. Warehousing of potato chips and biscuit. Warehousing of potato chips and biscuit. 2. Sale of tea and rice on commission basis. Sale of tea and rice on commission basis. Packaging of pulses in retail packs. മൂന്നാമത്തത് packaging of pulses in retail packs. Packaging of pulses in retail packs.
Packaging of pulses in retail packs. Yeah. One, two, three, four, five, six, seven, eight, nine, 10. Through here. Okay. Now, first question, warehousing of potato chips and biscuits. So, potato chips, biscuits are not agricultural produce because it is processed. അല്ലേ? അത് വേറെ രൂപത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. പൊട്ടാറ്റോ അല്ല, പൊട്ടാറ്റോ ചിപ്സ് ആണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ടാക്സബിൾ. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ഈസ് സെയിൽ ഓഫ് ടീ ആൻഡ് റൈസ് ഓൺ കമ്മീഷൻ ബേസിസ്. ടീ, it is not agricultural produce. Rice, it is not agricultural produce, so it is taxable. Third one, packing of pulses in retail packs. Pulses retail pack laakunu. Now pulses are agricultural produce. Okay, but what is the only thing which is exempted? Only storages. This is not a storage. This is packing, which is taxable. മൂന്നും taxable. So next one, next set of questions. Training of farmers on use of scientific tools and pesticides. Scientific tools and pesticides. Use of scientific tools and pesticides. Scientific tools and pesticides. രണ്ടാമത്തെ ചോദ്യം, ലീസിംഗ് ഓഫ് വേക്കന്റ് ലാൻഡ് ഫോർ റയറിംഗ് ഓഫ് ഹോഴ്സസ്. വേക്കന്റ് ലാൻഡ് ഫോർ റയറിംഗ് ഓഫ് ഹോഴ്സസ്. ഫോർ റയറിംഗ് ഓഫ് ഹോഴ്സസ്. Okay, next one, grading of wheat. Grading of wheat according to its quality. 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 So three questions. One, two, three, four, five, 6, 7, 8, 9, 10.
1, 2, 3, 4, 5, 6, 7, 8, 9, 10. Now first one is training of farmers. അതായത് ഫാർമേഴ്സിനെ ട്രെയിൻ ചെയ്യണു എന്തിനു വേണ്ടി? അവർക്ക് പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കാനും ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാനൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നു. Now what it is? It is exempted. It is exempted because it is for the purpose of farming. Okay? It is for the purpose of farming. അതായത് എന്താണ്? ഫാമിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഫാമേഴ്സിനെ പഠിപ്പിക്കലും ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ ഫാമിംഗ്. So it is exempted. The first one is exempted. Second question. Vacant land for horse, which is taxable because horse is not a agricultural produce. It is not a domestic animal. Third one. Wheat grade ചെയ്യണം. Now റബ്ബർ ഷീറ്റ് ഒക്കെ നമ്മൾ ഗ്രേഡ് ചെയ്യാറുണ്ട്. ബിക്കോസ് ഏത് കൊണ്ടുപോയി കൊടുക്കണം? കറുപ്പിച്ചതിന് കൂടുതൽ പൈസ കിട്ടും, ബ്രൗൺ ആണെങ്കിൽ അതിന് കുറച്ച് പൈസ കിട്ടും. ഇങ്ങനെ ഗ്രേഡ് ചെയ്യൂലേ, നല്ലതും മീഡിയം ക്വാളിറ്റി, ലോ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ട്. സോ വാട്ട് അബൌട്ട് ഇറ്റ്? വാട്ട് അബൌട്ട് ഇറ്റ്? നൗ റൈസിന്റെ പോലെ അല്ല വീറ്റ്. വീറ്റ് ഒറിജിനൽ പ്രൊഡ്യൂസ് ആണ്. ഗോതമ്പ് ഒറിജിനൽ പ്രൊഡ്യൂസ് ആണ്. അതായത് നെല്ലിൽ നിന്നല്ല റൈസ് ഉണ്ടാകുന്നത്, നെല്ലിൽ നിന്നാണല്ലോ റൈസ് ഉണ്ടാവുന്നത്. അതുപോലെ അല്ല ഗോതമ്പ് ഉണ്ടാവുന്നത്. ഗോതമ്പ് ഒറിജിനൽ ആയിട്ട് ഉണ്ടാവുന്നത് തന്നെ ഗോതമ്പാണ്. സോ ആ ഗോതമ്പിന്റെ ഗ്രേഡിങ് എന്താ? ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് ബിക്കോസ് അഗ്രികൾച്ചർ പ്രൊഡ്യൂസേഴ്സിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ സർവീസസും ഇറ്റ് ഈസ് എക്സംപ്റ്റഡ്. റൈസിന് മാത്രമാണ് നമ്മൾ പറഞ്ഞത് ലോഡിങ് അൺലോഡിങ് ഇന്ന കാര്യങ്ങൾക്ക് മാത്രമേ കിട്ടുള്ളൂ. ക്ലിയർ? സോ ഫസ്റ്റ് വൺ എന്താണ്? ഇറ്റ് ഈസ് എക്സംപ്റ്റഡ് ആണോ? എക്സംപ്റ്റഡ്. ആഹാ, ഫസ്റ്റ് വണ് ഈ ടീം പറയുന്നു ഇറ്റ് ഈസ് നോട്ട് എക്സംപ്റ്റഡ്. ഓക്കെ, വേക്കന്റ് ലാൻഡ് കറക്റ്റ് ആണ്, ഇറ്റ് ഈസ് നോട്ട് എക്സംപ്റ്റഡ്. ഗ്രേഡിംഗും നോട്ട് എക്സംപ്റ്റഡ്, ബട്ട് ഗ്രേഡിംഗ് ഈസ് എക്സംപ്റ്റഡ്. So this team it is 1 mark. Now classmates, first one is incorrect. They said it as taxable, but it is exempted. Vacant land is taxable, it's okay. Grading is exempted, but they said it is taxable. So classmate 1. Now e team it's not exempted എന്ന് പറയുന്നു. Not exempted and not exempted. So only one. Now our team, training of farmers is exempted, they said. Correct. Leasing of vacant land is taxable. Correct. Grading, that is also exempted. 3 work. തെറ്റിയോ? ഓക്കെ, നെക്സ്റ്റ് വൺ. ടെസ്റ്റിംഗ് ഓഫ് സാമ്പിൾസ്. ടെസ്റ്റിംഗ് ഓഫ് സാമ്പിൾസ്. Testing of samples from plants for pest detection. Testing of samples from plants for pest detection. Testing of samples from plants for pest detection. And rearing of silkworms. രണ്ടാമത്തത് rearing of silkworms. Rearing of silkworms. Rearing of silkworms. Rearing of silkworms.
1, 2, 3, 4, 5, 6, 7, 8, 9, 10. തരൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ടെസ്റ്റിംഗ് ഓഫ് സാമ്പിൾസ് അല്ലെ? പ്ലാന്റ്സിൽ നിന്നും സാമ്പിൾസ് ശേഖരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണത്? It is exempted because it is related to agricultural products. അതിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ, മര്യാദയ്ക്ക് അത് കൾട്ടിവേറ്റ് ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇറ്റ് ഈസ് എക്സംപ്റ്റഡ്. നിങ്ങൾ എന്താ എഴുതി? എക്സംപ്റ്റഡ്. 2, റയറിംഗ് ഓഫ് സിൽക്ക്വർംസ്. ആനിമൽ ആണോ? ഡൊമസ്റ്റിക് ആനിമൽ ആണോ? ഡൊമസ്റ്റിക് ആനിമൽ ആണോ? ഡൊമസ്റ്റിക് ആനിമൽ ആണോ? റയറിങ് ചെയ്യണമെങ്കിൽ അത് ആരെ വേണം? ഡൊമസ്റ്റിക് ആനിമലിനെ വേണം. So it is exempted. Okay, so both are exempted. Now E team, they wrote both exempted. 2 mark. Our team, first one is wrong, second one is correct. And that team, both are correct. Last team, both are correct. Okay, next question. Supply of farm labor. Supply of farm labor and renting of agro machinery. Another question, renting of agro machinery. Renting of agro machinery. Renting of agro machinery. Renting of agro machinery. Agriculture machinery. Agro machinery. Oh. One, 2, 3, 4, 5, 6, 7, 8, 9, 10. So first one is supply of farm labor. ഫാമിലേക്ക് ആവശ്യമായിട്ടുള്ള ലേബറേഴ്സിനെ സപ്ലൈ ചെയ്യുക. What about it? It is exempted because it is related to agricultural produce. Okay, first one. Second one is renting of agro machinery. അതായത് അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടുള്ള മെഷീനറികൾ കൊടുക്കുക. ഉഴുതുമറിക്കാൻ ട്രാക്ടറുകൾ, അങ്ങനത്തെ മെഷീനറീസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. എന്താണത്? That is also exempted because it is related to
agriculture. Okay. So last team 2 marks. That team 1 mark. Two mark and 2 mark. Okay. Next question. Next question. Processing of tomato ketchup and potato chips. രണ്ട് warehousing of minor forest produce. രണ്ട് warehousing of minor forest produce. Warehousing of minor forest produce. Warehousing of minor ആശിക്കുന്നു. Okay. Yes. Okay, first question is processing of tomato ketchup and potato chips already നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. It is not exempted because it is in a processed state. Warehousing of minor forest produce. Warehousing of minor forest produce. It is exempted because in case of forest produce, grains and pulses, warehousing is exempted. Okay. So എല്ലാവരും തന്നെയാണ് എഴുതിയിരിക്കുന്നത് തോന്നുന്നു. Yes. 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 So 2 marks each. Okay. Now we can total it. $13, 17, 14, 16. So last question. അല്ല ലാസ്റ്റ് ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. Warehousing of seasonal vegetables, fruits, cereals and pulses. Warehousing of
seasonal vegetables, fruits, cereals and pulses. Easy question അല്ലേ? Warehousing of seasonal vegetables, fruits, cereals and pulses. Cereals, ധാന്യങ്ങൾ, vegetables, fruits, cereals and pulses. Cereal എന്നൊന്നും എഴുതിയിരിക്കരുത് കേട്ടോ. CREALS, cereals and pulses. Cereals and pulses. So എളുപ്പമുള്ള ചോദ്യമാണ്, നിങ്ങൾക്ക് സുഖമായിട്ട് എടുക്കും. ബിഗ് ഡീൽ. ഇനി വേറെ പോയാ ഈക്വൽ ആവുകയും. തരാം. തരൂ. So cereals, pulses, vegetables ഇതൊക്കെ എന്താണ്? They are agricultural produce and its warehousing is exempted. But pulses is not an agricultural produce. Still warehousing is exempted. Okay. Okay. That's all. എന്താണസേ, എവിടെ പോയാലും ദുരന്ത പോകുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ ഹെൽത്ത് കെയർ സർവീസസ്, മറ്റ് സർവീസസുകളും